വെൽക്കം ബാക്ക് ടു സ്വീറ്റ് ഗേൾസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് കേട്ടോ കരിമീൻ പൊള്ളിച്ചത്. അപ്പോൾ നമുക്ക് ഈ പിടക്കുന്ന കരിമീൻ ഒന്ന് ക്ലീൻ ചെയ്ത് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ നല്ല ക്ലീൻ ആക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് റെഡിയാക്കാം കേട്ടോ. വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയായിട്ട് ഞങ്ങളോട് ചേർക്കുന്നത്. അപ്പോൾ അത് 1/4 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചത്. ഇനി അടുത്ത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്, ഒരു നുള്ളു ഗരം മസാല. ഇനി അടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുത്തത് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളമൊക്കെ ചേർക്കുക. ഇതിലെ ഉപ്പ് റെഡിയാണോ എന്നൊക്കെ നോക്കുക. ഇനി നമുക്ക് ഈ കരിമീൻ നല്ലതുപോലെ മസാല പിടിച്ച് ഒരു നല്ല കുട്ടപ്പനാക്കി എടുക്കണം. ഇനി നമുക്ക് ഈ ക്ലീൻ ആക്കി വെച്ച ഈ കരിമീനെ മസാല തേച്ച് കുട്ടപ്പനാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലൊക്കെ മസാല തേച്ച് പിടിപ്പിക്കണം, ഇതിന്റെ ഉൾഭാഗത്തൊക്കെ. ഇതുപോലെ മസാല തേച്ച് പിടിപ്പിക്കുക. നമ്മുടെ കരിമീൻ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടാക്കാൻ വേണ്ടി നമ്മുടെ സ്റ്റോവൊക്കെ നമ്മുടെ പാന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കണം. നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ എണ്ണ ചൂടായിട്ട് നമുക്ക് കരിവേപ്പില ഇടണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കരിവേപ്പില ഇടാം.
മസാല ഒക്കെ തേച്ച് കുട്ടപ്പനാക്കി നമ്മുടെ കരിമീനെ അങ്ങോട്ട് നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുക്ക് വരുന്നത് 5 മിനിറ്റ് ഒരു ഭാഗം വേവിച്ചിട്ടും മറ്റേ ഭാഗം 5 മിനിറ്റ് വേവിച്ചിട്ടാണ് കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ മേലെ ഇങ്ങനെ ഈ എണ്ണ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ കരിമീൻ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട്. കരിമീനോട് സെറ്റ് വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് കരിമീൻ നമ്മുടെ പാനിൽ നിന്ന് മാറ്റാം. ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വളരെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ. ഓക്കെ, അപ്പോൾ ബൈ.